ഇന്നൊരു പൂന്താനം വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് ഞങ്ങൾ പൂന്താനം ക്ഷേത്രത്തിലേക്ക് പോയിട്ടുള്ളതിൻ്റെ ചെറിയ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നിൽക്കാൻ വന്നപ്പോൾ, അതായത് കുറേ മുമ്പ് നിൽക്കാൻ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളതിൻ്റെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫ്രൈഡേ ആണ്, ഇനിയിപ്പോൾ നാളെ സാറ്റർഡേ ആണ്, തിരുവാതിരയും കൂടെയാണല്ലോ. അപ്പോൾ ഞങ്ങളിന്ന് അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ഈവനിങ് ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വിചാരിച്ചിരുന്നത് മോർണിംഗിൽ പോകണമെന്നായിരുന്നു, പിന്നെ ഞങ്ങളത് ഈവനിങ്ങിലേക്ക് ആക്കി. അപ്പോൾ കുട്ടിയുടെ ഉച്ചയ്ക്ക് ഉറങ്ങുമല്ലോ, അപ്പോൾ അവളുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 5:30 ഇറങ്ങിയിട്ട് 6 മണിക്ക് ആയപ്പോഴത്തേക്കിന്, 6 മണിയുടെ മുമ്പ് തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പാടം വഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, വേഗം എത്തും. റോഡ് വഴിയാണ് പോകുന്നത് വെച്ചെങ്കിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ പാടം വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. നേരത്തെ കാണിച്ച തോടുണ്ടല്ലോ, ആ തോടിക്കാണ് കേട്ടോ ഞങ്ങൾ ആദ്യമൊക്കെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ. ഇപ്പോൾ തോടൊക്കെ ആകെ എന്താ പറയുക, ആകെ നാശമായിട്ട് എന്തോ പോലെയായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ലല്ലോ, അതായത് ആരും അങ്ങോട്ട് പോകാറൊന്നുമില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഇനി ഈ കാണുന്ന വളവുണ്ടല്ലോ, അതും കൂടെ കഴിഞ്ഞാൽ നേരെ അമ്പലമാണ് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങോട്ട് പാടത്തേക്ക് കേൾക്കാണ്ട് അമ്പലത്തിൽ വെച്ചാൽ പാട്ടിൻ്റെ സൗണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോരുകയാണ്. അതിൽ പാടായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഭാഗം ഉണ്ടല്ലോ, ഈ കവുങ്ങും അങ്ങനെയൊക്കെ അടുക്കിയിട്ടുള്ള വഴിയാണല്ലോ, പാലാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടി ചാടിയപ്പോൾ ഒന്ന് ചെറുതായിട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്നും പറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ട് റോഡ് വഴി പോകുമ്പോൾ അപ്പോഴും ഒന്ന് വീണു. അതിൽ ചെറുതായിട്ടൊരു ചെറിയ മുറിവായിട്ടുണ്ടായിരുന്നു കേട്ടോ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ വഴിപാടൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടെ വന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെണ്ണ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തൊഴാൻ വരുമ്പോഴും വെണ്ണ കഴിക്കാറുണ്ട്. അപ്പോൾ 20 രൂപയാണ് കേട്ടോ അതിന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ അമ്പലമൊക്കെ അകത്തൊക്കെ കയറി തൊഴുത് പുറത്തേക്ക് ഇറങ്ങിട്ടോ. കണ്ട് ഏകദേശം ഇരുട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് എങ്ങടാന്ന് വെച്ചാൽ കുളത്തേക്കാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് ചാടി നേരെ പോവാട്ടോ. അപ്പോൾ അവളത് താഴെ ഇറങ്ങിയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതാ അപ്പുറത്ത് കാണുന്നതാണ് കേട്ടോ കുളം. ഞങ്ങൾ കുറച്ച് ടൈം അങ്ങനെ കുളത്തിലൊക്കെ പോയിരുന്നു. അതുകൊണ്ട് തന്നെ കുളത്തുനിന്ന് നീച്ചപ്പോഴത്തേക്കിന് നന്നായിട്ട് തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ കുളത്തിൻ്റെ ഈ സൈഡിൽ പോയിട്ടാണ് വെണ്ണ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് കുളം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് ടൈം ഇരുന്നിട്ട് വെണ്ണയും കാര്യങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് അമ്മയ്ക്കൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ കയ്യിൽ പിടിച്ചു കേട്ടോ. വീട്ടിൽ വന്നിട്ട് അവർക്ക് കൊടുക്കാമല്ലോ അങ്ങനെ കരുതിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നീച്ചു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, മുകളിൽ കൂടെ ഇങ്ങനെ വവ്വാലുകൾ പോകുന്നുണ്ട്. കുറച്ചപ്പുറത്ത് ഇല്ലാണ്, കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പൂന്താനം ഇല്ലാണ്. ഞാൻ ഒരു ഷോർട്സ് ഇട്ട ടൈമിൽ കുറേ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പൂന്താന ഇല്ലത്തുനിന്ന് ഇങ്ങനെ കിഴാറ്റൂരിക്ക് വവ്വാലുകൾ പോണത് കാണാമെന്ന്. അപ്പോൾ ഇപ്പോൾ കാണാറില്ല കേട്ടോ, അപ്പോൾ കുറേ ആയിട്ട് കാണാറില്ല. ഞങ്ങളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അവരിത് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഭാഗത്തേക്കായിരിക്കും അവർ പോകുന്നുണ്ടാവുക. ഇത് കണ്ടോ, ഏകദേശം നന്നായിട്ട് തന്നെ ഇരുട്ടായിട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കിന്. പിന്നെ ഒന്നും കൂടെ ഒന്ന് തൊഴുതിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇരുട്ടായതുകൊണ്ട് തന്നെ ഇനി എന്തായാലും പാടം വഴി പോകാൻ പറ്റില്ല, അത്രയ്ക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി റോഡ് വഴി പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാട്ടോ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് കുട്ടിയെ വെച്ച് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നില്ല. അതിൽ പിന്നെ ഞാനും അനിയത്തിയും കൂടെ സെൽഫി എടുത്തു. അത് കുട്ടിക്ക് പിടിച്ചില്ല. അതിനാണ് കേട്ടോ ഈ കരയുന്നത്. ഞങ്ങൾ 3 പേരെ പോയിട്ടുണ്ടായിരുന്നത്, ഞാനും കുട്ടിയും അനിയത്തിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞങ്ങൾ നേരെ തൊഴുതിറങ്ങിയിട്ട് പിന്നെ തൊട്ടടുത്തുള്ള കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അതായത് ചായയും മസാല ബോണ്ട കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് നേരെ അവിടുന്ന് ഇറങ്ങി. കുട്ടിക്ക് ഒരു ലൈസും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ഓക്കേ.